Welcome back to Viriorum. ഇതിനോടൊപ്പം ഇവിടെ ഉള്ളത് ആസ്ബി ഷാജഹാൻ, ആർക്കിടെക്ട്, ഇൻറ്റീരിയർ ഡിസൈനർ ആൻഡ് എ പെയിൻറ്റർ. ആസ്ബി, അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഹൗ ടു കം അപ്പ് വിത്ത് എ സ്പേസ്, അല്ലെങ്കിൽ ഒരു സ്പേസ് എങ്ങനെ നമുക്കത് അല്ലെ ഫങ്ഷണലി ആൻഡ് എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ ആക്കാം എന്നുള്ളൊരു ഇതിനെക്കുറിച്ചായിരുന്നു. സോ വൈ നോട്ട് കണ്ടിന്യൂ വിത്ത് ദാറ്റ്? അത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു. സോ യു നീഡ് ടു റിലാക്സ്. അപ്പോൾ ആ ഒരു റിലാക്സേഷന് വേണ്ടി യു വാണ്ട് യുവർ ഓൺ സ്പേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചായ കുടിക്കാൻ പറ്റിയൊരു സ്ഥലം. You have your own small armchair or some chair. You have your own rug, a small teapot or something nearby, a plant or something that you like, or some creeper or some climber that goes around it. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസ് ഒരു നിഷ് വിത്തിൻ യുവർ ഹൗസ് ടു ക്രിയേറ്റ് നമ്മൾ തീർച്ചയായിട്ടും അവിടെ പോയി ചായ കുടിക്കും. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് യു വിൽ ഗോ സ്ട്രേറ്റ് ടു ദി കിച്ചൺ, ഒരു ചായ എടുക്കും, കുടിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിന്റെ മുന്നിൽ. സോ യു ഹാവ് ടു ടേക്ക് ടൈം ഔട്ട്. ഇതൊക്കെ ആസ്വദിക്കാനും നമ്മൾ ഈ സ്പേസ് ഉണ്ടാക്കുന്ന സ്പേസ് ആസ്വദിക്കാനും സമയം കണ്ടെത്തണം. ദാറ്റ് ഈസ് വാട്ട് ഐ വുഡ് സേ. Okay, when it comes to designing a space, like commercial buildings and residential, ee rendu alle, but what is the major difference and what do you think, like as a designer, what do you like to work on? A commercial space ആണോ അതോ ഒരു residential spaceൽ ഡിസൈൻ ചെയ്യുന്നതായിരിക്കോ ആസ്ബിയുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത്? I have done so far on residential spaces more, that's what I would say, but then there is nothing that is limiting me. Okay, so our limitation vakuna is always like a big block, so you should let that space open out to designing any space for that matter. So I don't limit myself. It's just like your canvas. Any space given, you will, and if there is some as far as getting your space realized, that is why you have clients. But if it is your imagination, it is just vast. You can throw anything on a canvas nu parayna madiri. The space namalku be it residential, be it hospital, but when it comes to client design as such, there is so much complexities. You are running the whole show, so there's what is it, you have a lot of coordination, you have to fix things. Adellam നമ്മുടെ മനസ്സിൽ കാണുന്നത് കറക്റ്റ് ആയിട്ട് with less time. Samayam, like I said, is a very important thing when you're designing, because client ന് കൊടുത്ത ഒരു ആ ടൈം നമ്മൾ പാലിക്കണം അല്ലേ? റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് പാലിക്കണം. there is a lot of money involved, അത് പാലിക്കണം. so അങ്ങനെയൊക്കെ വരുമ്പം you will have to actually think. അപ്പോൾ ആ ഒരു ലിമിറ്റേഷനിൽ വർക്ക് ചെയ്യേണ്ടി വരും. ബട്ട് അതർവൈസ് ഇഫ് ഇറ്റ് ഇസ് ജസ്റ്റ് കൺസെപ്ച്വൽ ആയിട്ട് എനിത്തിങ് എനിബഡി ഈസ് ഗിവിംഗ് യു, there is no limit is my take. ഓൾറൈറ്റ്. നിങ്ങൾക്ക് ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച് നിങ്ങളുടെ വീട് എത്രമാത്രം ഭംഗിയാക്കാം എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൾ ചെയ്യാണ്. നമ്പർ നിങ്ങളുടെ സ്ക്രീനിൽ കാണാവുന്നതാണ്. ഓൾറൈറ്റ്. ഇപ്പോൾ നമ്മൾ ഇൻറ്റീരിയേഴ്സിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് ആസ്ബി. ഓക്കെ, ലെറ്റ്സ് ടേക്ക് നമ്മളുടെ ഒരു വീട് തന്നെ. ഓക്കെ, വീട്ടിൽ പല റൂംസ്, ലിവിങ് റൂം, ബെഡ്റൂം, കിച്ചൺ, ബാത്റൂം, വേറെ കുറേ റൂം, പൂജാമുറി, അങ്ങനെ കുറേ മുറികളുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു റൂമിനെ കുറിച്ചാണ്. അത് ബാത്റൂം. നമ്മൾ പലപ്പോഴും നമ്മളുടെ വീട്ടിൽ ബാത്റൂമിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. മീൻസ് ഐ ഡോണ്ട് നോ, ഇത് ലാക്ക് ഓഫ് അവയർനെസ് ആണോ അതോ നമ്മൾ ബോധപൂർവം ചെയ്യുന്നതാണോ അറിയില്ല. നമ്മൾ ആക്ച്വലി സത്യം പറഞ്ഞാൽ എസ്തെറ്റിക്കലി എങ്ങനെ, അല്ലെങ്കിൽ എസ്തെറ്റിക്കലി ബ്യൂട്ടിഫുൾ പ്ലസ് ഫങ്ഷണലി അതെങ്ങനെ എത്രമാത്രം നമുക്കത് പോസിബിൾ ആക്കാം എന്നുള്ളത് ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും ഒരു പക്ഷേ. what can you tell the viewers? I can tell the viewers that toilet is actually a very good space, which you can actually, because it's a personal space, especially when it comes to residence. അതൊരു പേഴ്സണൽ സ്പേസ് ആണ്. അത് നമ്മൾക്ക് ഇപ്പോൾ there are a lot of people who would like to ബുക്ക് വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്, ന്യൂസ് പേപ്പർ വായിക്കാൻ. ഐ മീൻ സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഹാവ് എ സ്മോൾ ബുക്ക് ഷെൽഫ് വിത്തിൻ ദ തിങ് വിച്ച് നമ്മൾ സാധാരണ ഒരു നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി നമ്മളുടെ നാട്ടിൽ കേരളത്തിലൊക്കെ എല്ലാവർക്കും അതൊരു വാട്ട് ഈസ് ഇറ്റ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ചിലർക്കത് താല്പര്യമില്ല. എങ്ങനെയാ ഒരു ബുക്ക് കൊണ്ടുപോയി കക്കൂസിൽ വെക്കുന്നതാണ് വിചാരിക്കുന്നത്. ബട്ട് നോ, it can be a very place where you can have it look very neat at the same time. paper അവിടെ ഇവിടെ ഇടുന്നതിനേക്കാളും നല്ലത് വായിച്ചിട്ട് there is nothing that is stopping you, but it's just that sankalpam in that person and that block that they have in the brain that you cannot have. Or like say നാട്ടിലൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന വീട്ടുകളിൽ you can have actually skylights, or you can even have an open toilet. One place where you can have the light coming directly into the
like a Bathroom. Okay. into the toilet space and like say നമ്മുടെ grandparents ഒക്കെ ഉണ്ടെങ്കിൽ they like അവർക്കൊക്കെ എന്താണ് ചൂടുവെള്ളം അവിടെ തന്നെ അനത്തി കുളിക്കാനാണ്. സോ അങ്ങനത്തെ ഒരു പ്രൊവിഷൻ ആക്ച്വലി ക്യാൻ happen there even today. It doesn't really need that you need the tap water or anything. If they want to put the herbs or മരുന്ന് വെള്ളം ഉണ്ടാക്കണം അതിൽ കുളിക്കണം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കാം. It's not necessary it has to be completely closed. ഓൾറൈറ്റ്. അപ്പം ഈ ബാത്റൂമിൽ തന്നെ നമുക്ക് ഇപ്പം ബാത്റൂം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് യൂഷ്വലി എ വെരി സ്മോൾ അല്ലേ, ചെറിയൊരു സ്പേസ് ആണ്. അപ്പോൾ നമ്മളത് ഹൗ ക്യാൻ യു മേക്ക് ഇറ്റ് ലുക്ക് ലാർജർ than actually it is? Means or illusion create cheyidittu what are the effects that you can bring into the bathroom? One is using light colors, other I would say is using mirrors. Okay. So it kind of other expands varum toilet. So okay, so one thing that you have to note is a light use of light colors. Yeah, use of light colors and light tiles or whatever. Okay. Now there is so much of materials available. Ade ishtam pole karyangal, so many ways of doing it. So that is not a ഈ ബാത്റൂം ലൈക്ക് ഇസ് ഇറ്റ് നെസസറി ദാറ്റ് ഇറ്റ് ഷുഡ് ബി വെരി പെയിന്റഡ് ലൈറ്റ് ഓർ ഡാർക്ക് ഷെയ്ഡ്സിലും കാണാം? കാരണം പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് ഒരു ലൈറ്റ് കളേർഡ് ബാത്റൂമാണ്. That again differs. Like there are spas and all where you have again bathing happening. It is preferable to have it in a more ambient, dim light, darker lights. But when it comes to your own house, and if you want to say if it's a children's toilet, you would like it bright and funky, yellow, orange. Okay. So depending on the other use cheyna activity anusarichu namakku occupancy anusarichittu and how. Say if it is an office, I would go with white and grey colors maybe, because I would like it to be more commercialized and it looks more subtle. It just needs clean and neat, and at the same time it looks formal. So അതാ പറഞ്ഞാൽ സ്പേസ് അനുസരിച്ച് അതാരാ ഉപയോഗിക്കുന്നത് according to the occupancy I would say. Alright. Okay. അപ്പം നെക്സ്റ്റ് വരുന്നത് കിച്ചണിലോട്ടാണ്. കിച്ചൺ എന്ന് പറയുന്നത് ലേഡി ഓഫ് ദ ഹൗസ് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ് അല്ലേ? അപ്പോൾ നേരത്തെ കിച്ചൺ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കുക്ക് ചെയ്തു പുറത്തിറങ്ങി, ഇത്രയേ ഉള്ളൂ കിച്ചണിൻ്റെ ഒരു യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ദർ ആർ സോ മെനി തിങ്സ് ദാറ്റ്സ് കം അപ്പ്, ലൈക്ക് യു ക്യാൻ ആക്സസറൈസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കിച്ചൺ ക്യാബിനറ്റ്സ്. നേരത്തെ നമ്മുടെ നാട്ടിലെന്ന് പറയും സ്പെഷ്യലി യു ക്യാൻ ഉള്ളി സി വുഡൻ ഒരു അതായിരുന്നു പാറ്റേൺ. പക്ഷേ I will say there was a time period. നമ്മൾ പണ്ട് വെച്ച് എടുത്ത് നോക്കിയിട്ട് ഇപ്പോൾ വരെ വരുവാണെങ്കിൽ the kitchens have changed. അതെ, drastic അല്ലേ? You can make a book on it is what I would say. Because പണ്ടത്തെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു സദ്യയൊക്കെ ഉണ്ടാക്കി ഡെയിലി സദ്യ കഴിക്കുന്ന ഒരാളാണെങ്കിൽ you need a huge kitchen. It is like you have to run it like a hotel. ഈ കാണുന്ന ഇതെന്താ കിച്ചൺ അല്ലേ? This is a kitchen unit which we had designed. ഇതെന്താണ് എൽ ഷേപ്പ് ആണോ? What is it? It's not L shaped. No, it's not. It's just it's a very small kitchen with parallel aisles on either side. Yeah, it's a very small kitchen. നല്ലൊരു this is നല്ലൊരു ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഏരിയയിൽ. നമ്മുടെ കുക്കിംഗ് റേഞ്ചിന്റെ മേലെ ആയിട്ട് we have fixed we've gone in for lighting also on top of it, so that gives an ambience. നല്ല ഭംഗിയുണ്ട് ഈ ഒരു കിച്ചൺ കാണാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കിച്ചനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. So what I was saying is the kitchens have evolved and the kitchens അത് സമയം മാറിക്കൊണ്ടിരിക്കുന്നു. And ഇപ്പം it's only one person who enters the kitchen. പണ്ട് നമ്മൾക്ക് ഇഷ്ടംപോലെ ജോലിക്കാരുണ്ടായിരുന്നു, ഓരോരുത്തർക്ക് പണി കൊടുക്കാനുണ്ടായിരുന്നു. സോ അതിനനുസരിച്ചിട്ട് കിച്ചൺ വാസ്. Alright, our first caller of the day. We have a caller. Hello. Yeah, hello. ഇത് ഷെഹർബാൻ ആണ്. ഓക്കെ, ആരാണ് പറയുന്നത്? ഷെഹർബാൻ. ഓക്കെ, സംസാരിച്ചോളൂ, ആസ്മിയോട് സംസാരിച്ചോളൂ. ഇവിടെ പെയിന്റിംഗ് കോഴ്സ് ഏതെങ്കിലും എങ്ങനെ ഉണ്ടോ ദുബായില്? പെയിന്റിംഗ് കോഴ്സ് ഉള്ള സ്ഥലങ്ങളുണ്ട്. There is a Dubai International Art Center. It is in Jumeirah. They give courses out. There is Ductac that is in Mall of the Emirates. They also have courses, I believe. ഡക്ടാക്ക് എന്ന് പറഞ്ഞ മോൾ ഓഫ് എമിറേറ്റ്സിൽ അവൈലബിൾ ആണ്. പിന്നെ DIAC, ഈ രണ്ട് Jumeirah, that is what DIAC. എങ്ങനെ ഡീറ്റെയിൽസ് കിട്ടാം? You can, there's a Facebook page for both of them. You can Google also, no issues. ഗൂഗിളിലും കിട്ടും. ഗൂഗിളിൽ കിട്ടും. കിട്ടിയില്ലെങ്കിൽ ആസ്മിയുടെ ഒരു പേജ് ഉണ്ട്, ആസ്മി ഷാജി എന്നാണ് ഫേസ്ബുക്കിൽ. എൻക്വയറി എൻ്റെ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. I will forward you the details on it. Okay, thank you.
All right, Azmi. Yeah, kitchen. Again, back to kitchen. Yeah. So now it is just basically one person who uses the kitchen, and most of the thing, like say even if you're holding a party, it is a catering that is Catering, for. അതെ. അപ്പോൾ പിന്നെ കിച്ചൻ്റെ യൂസ് has become minimal. So in the minimal, but yet you need storage. Okay. So I think it has evolved over the time. കിച്ചൺ ഇപ്പം ഈ ഒരു ഇതിപ്പോ ഒരു ലൈറ്റ് അല്ലേ, ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള വൈറ്റ് ആൻഡ് വുഡൻ. It's white and it's veneer basically. Veneer ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പല കിച്ചൺസ് ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ്. Yeah, that is also based on the client who would want to use it. It is, that's what I said. It is not, we do suggest. Yeah, നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് പലരോടും. ബട്ട് ദെൻ അവരുടെ ഒരു കളർ, അവരുടെ ഒരു താല്പര്യവും കൂടെ അതിൽ വരുമ്പം നമ്മൾ പറ്റുന്ന രീതിയിൽ ഷെയ്ഡ്സ് കൊണ്ടുവന്നിട്ട് ചെയ്യും. ഓൾറൈറ്റ്. ഓക്കെ. ഇപ്പോൾ അത് തന്നെയല്ല, പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് കിച്ചണിൽ ലൈക്ക് ഒരു ചെറിയ ഐലൻഡ് പോലെ അല്ലേ, നടുക്ക് ഐലൻഡ്. അത് നമ്മൾ എനിക്ക് തോന്നുന്നു അത് ഒരു ബ്രിട്ടീഷ് ആണോ ഒരു വെസ്റ്റേൺ അവിടുന്ന് ഐ വിൽ നോട്ട് സേ വെസ്റ്റേൺ ആണെന്ന്, ബിക്കോസ് നമ്മുടെ നാട്ടിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ പണ്ടത്തെ ആൾക്കാർ നടുക്കിരുന്ന്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവിടെ തന്നെ തറയിലിരുന്നിട്ട് നടുക്കിരുന്ന് പരത്തി അപ്പൊ തന്നെ ചുട്ട അപ്പൊ തന്നെ. സോ ആ ഒരു സ്പേസിൽ നടുക്കിരുന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ ഇസ് സംതിങ് ദാറ്റ് ഇസ് പണ്ട് ഉണ്ട്. പക്ഷെ അത് യൂട്ടിലിറ്റേറിയൻ ആയിട്ട് ചിലപ്പം ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ ദ വെസ്റ്റേണേഴ്സ് ഹു പുട്ട് ദ മേശ ദേർ. Yes, maybe, but as such I feel if you look at different cultures, എല്ലാരും even if you look at the Japanese people, അവരെല്ലാരും നടുക്ക് വെച്ചാണല്ലോ ചായയൊക്കെ ഉണ്ടാക്കി. So it's just basically just revolves around that space. അങ്ങനെ അവിടെ അങ്ങനെ, and it's a good space. People അവിടെ ആൾക്കാരിരുന്ന് വായിക്കും, പിള്ളേരിരുന്ന് പഠിക്കും, because kitchen is a hub. അപ്പം അങ്ങനെ. ഓക്കെ. ഓൾറൈറ്റ്. നമ്മൾ കിച്ചൺ കഴിഞ്ഞു, ബാത്റൂം, ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുറിയാണ് നമ്മളുടെ ബെഡ്റൂം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ വർക്ക് കഴിഞ്ഞ് വന്ന് ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടോ എവിടെന്നെങ്കിലും നമ്മൾ ക്ഷീണിച്ച് വരുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ ബെഡ്റൂമിൽ കയറി എങ്ങനെയെങ്കിലും ഒന്ന് കിടക്കാൻ അല്ലേ, ഇറ്റ്സ് എ പ്ലേസ് ഫോർ റിലാക്സേഷൻ അല്ലേ, ഇറ്റ്സ് എ പ്ലേസ് മെഡിറ്റേറ്റ് ചെയ്യാനോ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനോ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒരു സ്പേസ് ആണ് അത്. അപ്പോൾ നമുക്ക് ബെഡ്റൂമിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ആസ്മിയോട് തന്നെ ചോദിച്ചറിയാം. ഓക്കെ ആസ്മി, ബെഡ്റൂം എന്ന് പറയുമ്പോൾ കുറേ ബെഡ്റൂംസ് ഉണ്ട് അല്ലേ, ഫോർ ദ പേരൻസ്, ആ ഒരു വീട്ടിലൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പിന്നെ കുട്ടികളുടെ. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയുമോ, ആ ഒരു സ്പേസ് നമുക്ക് എങ്ങനെ നമ്മളുടെ ഒരു സ്പേസ് ആക്കി എടുക്കാം എന്നുള്ളത്? യെസ്, ഐ ക്യാൻ സേ ദാറ്റ്. അത് ബേസിക്കലി ഇറ്റ് ഈസ് വെരി പേഴ്സണൽ സ്പേസ് അഗൈൻ. ഓക്കെ, ഹസ്ബൻഡിന് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ യു ഹാവ് ടു അമാൽഗമേറ്റ്, അതൊരു വൈഫിന് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ, the color combinations that you want to put forward. നമുക്ക് ഇഷ്ടമുള്ള അതെ. Yeah, but then preferably to be warm colors. If you want to use, you can use dark colors. There are people who like dark bedrooms, but then preferable I would say is to have at least a window which proper ample light coming in. ഓക്കെ, നല്ലൊരു വിൻഡോ, നല്ല വെളിച്ചം വരുന്ന ഒരു വിൻഡോ ഉള്ളതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് thing. It is important. If you see, this is one of the bedroom designs that we have worked on. There's a small study, അതിന്റെ കൂടെ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്. അപ്പോൾ ഒരാളിരുന്ന് അതിൽ തന്നെ നമ്മളൊരു ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സോ റീസൺ ഇസ് ഒരാൾ കിടക്കുവാണെങ്കിൽ തന്നെ വേറെ ആൾ what you see is behind is actually a glass which is lit behind, given that frosted feeling. Okay, glass നമുക്ക് കണ്ടാൽ ഇവിടുന്ന് മനസ്സിലായില്ല. ഞാൻ കരുതി എന്തൊരു wallpaper. No, it's not a wallpaper. It's basically glass. It's like a frosted glass, but which is lit behind. All right, that's nice. അപ്പോൾ ഈ കാണുന്ന ഡോർ ഒക്കെ it's exit or entrance to something? No, it is the കയറി വരുന്ന റൈറ്റ് സൈഡിലാണ് ഡോർ. ആ ഡോർ തുറക്കുമ്പോൾ കാണുന്നതാണ് ആ ഫ്രെയിംസ്. And that is the bedroom. This is basically a conceptual drawing. Okay. നമ്മൾ ക്ലയന്റിനെ കാണിക്കാനായിട്ട് സങ്കല്പിച്ച് മനസ്സിൽ വരുന്നത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതനുസരിച്ച് ഇപ്പോൾ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർ സജഷൻസ് തരും അല്ലേ? അവരുടെ ഇഷ്ടങ്ങളും കൂടെ നമ്മൾ സങ്കല്പിച്ചിട്ട് വേണം അതിലേക്ക് ഇടുന്നത്. ബട്ട് ദെൻ നമ്മളാണ് വി സജസ്റ്റ് ദ മെറ്റീരിയൽ, ഇപ്പോൾ ഈ ബെഡ്റൂമിന് ബെഡിനും സ്റ്റഡി ടേബിളും ഒക്കെ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? ലൈക്ക് യു യൂസ് ദറ്റ് ശരിക്കും ഉള്ള നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന നോട്ട് തടിയല്ല, MDF ആണ്. It should be made up because everything now is എന്താണ് എല്ലാം സ്പീഡിൽ ചെയ്ത് fast track projects. So if you have to do something quickly,
ഇറ്റ്സ് ഈസിയർ ടു യൂസ് ദിസ് ദാൻ പണ്ടത്തെ ആശാരിമാരിരുന്ന് അതെ തടിയിൽ പണി എന്നൊക്കെ വളരെ അതെ and it is more expensive to get I mean you can it depends on the എന്താണ് ക്ലയന്റിന്റെ റിസോഴ്സ് ബഡ്ജറ്റ് എവറിത്തിങ് ഡിപെൻഡ്സ് ഓക്കെ ഇപ്പൊ അവർ അങ്ങനെ പറയണം നമുക്ക് തടി തന്നെ വേണം അവർക്ക് തടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തടി തന്നെ ചെയ്തു കൊടുക്കും ഓക്കെ ആൻഡ് നോട്ട്ലി ദാറ്റ് തടി തന്നെ ചെയ്താലും ഇങ്ങനത്തെ ഫിനിഷസ് ഇപ്പം പെയിന്റ് ചെയ്തെടുക്കാൻ പറ്റും സോ ഇറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം ഓൾറൈറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ബെഡ്റൂമിനെ കുറിച്ച് പറയുമ്പം ഇപ്പം ഒരു പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലൈക്ക് യുനോ ബെഡ്റൂമിൽ നമുക്കിപ്പം നമ്മളിപ്പം പെട്ടെന്ന് ഇഫ് യു വോണ്ട് ടു മേക്ക് ഇറ്റ് മോർ ബെറ്റർ അല്ലേ ഇപ്പം മെസ്സി ആയിട്ട് കുറേ പേര് ബെഡ്റൂംസ് ഇടും അപ്പം ഡസ് ഇറ്റ് എഫക്റ്റ് യുവർ മൈൻഡ് ലൈക്ക് മെസ്സി ബെഡ്റൂം കഴിഞ്ഞാൽ മെസ്സി മൈൻഡ് അല്ലേ അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ക്ലീൻ ആക്കി വെക്കണം ബെഡ്റൂം സോ ദാറ്റ് വിൽ യുനോ ഇറ്റ് വിൽ യു വിൽ ഡിപ്പിക് ലൈക്ക് യു വിൽ ഷോ വാട്ട് യുവർ ബെഡ്റൂം ഇസ് ആക്ച്വലി ഇപ്പോൾ ഒരു ക്ലീൻ ബെഡ്റൂം ആണെങ്കിൽ ഒരു ക്ലീൻ മൈൻഡ് ആൻഡ് യു വിൽ ഹാവ് എ ഗ്രേറ്റ് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞു അപ്പോൾ ഓരോ ഒരു ബെഡ്റൂമിൽ വെക്കണം ആസ് ആൻ ഇൻറ്റീരിയർ ഡിസൈനർ ദ തിങ് യു ഹാവ് ടു തിങ്ക് കീപ്പ് ഇൻ മൈൻഡ് ഇസ് എല്ലാ കാര്യത്തിനും നമ്മൾ ഒരു സ്പേസ് കണ്ടെത്തണം നമ്മളുടെ വാച്ച് വെക്കാൻ തൊട്ട് നമ്മുടെ പേഴ്സ് വെക്കാൻ നമ്മുടെ ചെരുപ്പ് വെക്കാൻ അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ഓരോ സ്പേസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ യുവർ ബെഡ്റൂം ഇസ് നോട്ട് ഗോയിങ് ടു ബി ക്ലട്ടേഡ് ആവശ്യത്തിനുള്ള മടക്കി വെക്കേണ്ട സ്ഥലത്ത് മടക്കി വെക്കാനും ടു കീപ് ഇറ്റ് ക്ലീൻ നീറ്റ് ആൻഡ് സിമ്പിൾ നമ്മളത് കണ്ടെത്തണം പ്രോപ്പർ സ്റ്റോറേജ് സ്പേസ് ഇത് വേറെ ഒരു ബെഡ്റൂം അല്ലേ അസ്മി കാണുന്നത് this is a different bedroom ഓക്കേ ഇതെന്താണ് this is also a simple small these are all apartments okay apartments വേണ്ടി ഡിസൈൻ ചെയ്ത interiors so the spaces which you get നാട്ടിൽ ചെയ്യുന്ന മിക്ക apartments is very small അതെ so within that you have to work around the space and as such provide ample storage അതെ സ്റ്റോറേജ് ആണ് നമുക്ക് ആക്ച്വലി ആവശ്യമായിട്ട് വരുന്നത് ഏറ്റവും വലിയൊരു കാര്യം പക്ഷേ സ്റ്റോറേജ് ചുമ്മാ ഒരു വാർഡ്രോബ് തുറക്കുമ്പം ജസ്റ്റ് ഹാവിങ് ഓപ്പൺ സ്പേസ് ഡസൻറ്റ് ഹെൽപ്പ് യു ഹാവ് ടു നമ്മൾ ആലോചിക്കണം എന്താണ് ഇപ്പം സോക്സ് വെക്കാനും whatever your clothes അതുപോലെ kids clothes വെക്കാനും എല്ലാത്തിനും അതിൻ്റെതായ സ്പേസ് അതുപോലെ ഹാങ്കേഴ്സ് യൂസ് ചെയ്യാനും ഒക്കെ ഓൾറൈറ്റ് so everything you have to think about ഓക്കെ അപ്പോൾ ഈ ഏർലിയർ ഒരു പിക്ചർ കണ്ടല്ലോ നമ്മൾ അപ്പോൾ അതിൽ യൂസ് ചെയ്ത ഒരു ഗ്ലാസ്സിൽ ഒരു ഫ്രോസ്റ്റഡ് ഫീലിംഗ് കൊടുത്തിരിക്കുകയായിരിക്കും അപ്പം ഹൗ ഇസ് ഇറ്റ് ലൈക്ക് ഇപ്പം നമുക്ക് വേണമെങ്കിൽ വാൾ ഒരു ഭയങ്കര ബ്രൈറ്റ് ഷെയ്ഡ് ഇട്ട് പെയിൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ വാൾ പേപ്പേഴ്സ് യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് you can do a lot of things you can use wallpaper or like here we have given a textured big textured painted finish behind and behind the wood you can see actually there lights going on LED lights going all around it so it gives a different ambience to the whole അതിന് ശരിക്കും ഒരു നല്ലൊരു ഡിഫറെന്റ് എഫക്റ്റ് ആണ് അതെ അതെ എന്താന്ന് പറഞ്ഞ ഒരു ബ്രൗൺ ഇറ്റ്സ് എ പെയിന്റിംഗ് no it's a paint yeah that's what I think it's an Asian paint itself they have textures different textured paints that come so it's a painting okay so every room has a design and if you look lighting is very important in all and big projects in you'll have to keep lighting consultant because they would be the ones who would actually advise you on how much light to go where and things because it's case specific when it comes to bedrooms you can do it yourself okay ഓൾറൈറ്റ് അതെ നമ്മളിപ്പം ആസ്മി പറഞ്ഞത് നമ്മൾ ബെഡ്റൂം നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ വാട്ട് യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇസ് ലൈറ്റിംഗ് ആസ്പെക്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അതുപോലെ കളർ സ്കീംസ് അതുപോലെ ഫേർണിച്ചേഴ്സ് ഇതെല്ലാം കൂടി വരുന്നതാണ് നമ്മളുടെ ഒരു നല്ല ബെഡ്റൂം അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബി ഫങ്ഷണൽ യെറ്റ് എ പേഴ്സണൽ സ്പേസ് അല്ലേ പിന്നെ ചെറിയ റൂമിൽ വലിയ സാധനം ഇടാണ്ട് അതെ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ബെഡ്റൂം തീരെ ചെറുതായിരിക്കും പക്ഷേ ആ വെച്ചിരിക്കുന്ന ഒരു ഫേർണിച്ചർ കാരണം ബെഡ്റൂം ഭയങ്കരമായിട്ട് ക്ലട്ടർ യെസ് വെരി ട്രൂ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് മെയിൻ ഒരു റൂമിലേക്ക് വരാം ഇവിടെ നമ്മൾ കിഡ്സ് റൂം അതെ കിഡ്സ് റൂം നമ്മൾ പല കോൺസെപ്റ്റ്സ് പല തീംസ് അല്ലേ വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഇതെന്താ ഇത് ഈ കാണുന്ന ഒരു ഡിസൈൻ ഇറ്റ്സ് what is it actually it's a combined what is it we have combined what do you say kids sleeping space with the cupboard and their study space all right and also given it is designed in such a way അത് നമ്മൾക്ക് എന്താണ് പിള്ളേർക്ക് അവിടെ തന്നെ ഇറങ്ങി കളിക്കാനുള്ള സൗകര്യം കൂടെ നോക്കിയിട്ട് എല്ലാം കൂടെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ബാക്കി സ്പേസ് അപ്പോൾ അവർക്ക് ആക്ടിവിറ്റീസ് എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റിയ രീതിയിൽ ആൻഡ് ഓൾസോ വാട്ട് എവർ കളേഴ്സ് ദാറ്റ് ദേ വുഡ് ലൈക്ക് അവർ ചെറിയ പിള്ളേരാകുമ്പം ദേ ലൈക്ക് റെഡ് first thing that the children learn red colors. blue green so അതനുസരിച്ചിട്ട് അവരുടെ ഒരു കളർ ടേസ്റ്റ് വെച്ചിട്ട് അല്ലേ നമ്മൾ ഡിസൈൻ
ഡിസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ. യൂഷ്വലി എങ്ങനെ ബോയ്സ് ആണെങ്കിൽ ബ്ലൂ, ഗേൾസ് ആണെങ്കിൽ അങ്ങനെയൊന്നുമില്ല ആക്ച്വലി സ്പീക്കിംഗ്. ബിക്കോസ് നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുമ്പം വിബ്ജിയോർ ആണ് പഠിപ്പിക്കുന്നത്. സോ I don't specifically feel blue for boys or pink for girls. It's a kids room. ഓക്കെ. അപ്പോൾ യൂഷ്വലി തീംസ് ഞാൻ കേട്ടിട്ടുണ്ട് കിഡ്സ് റൂമൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ തീംസ് ഉണ്ടെന്ന്. അത് ദാറ്റ് ഈസ് ഓരോരുത്തർ സങ്കല്പിക്കുന്ന ഡിഫറെന്റ് ആർക്കിടെക്ട്സ് ഡിഫറെന്റ് തോട്ട് പ്രോസസ്. സോ ദേ വിൽ accordingly. പക്ഷേ ഇഫ് ലൈക്ക് വി ഹാഡ് എ ക്ലയന്റ് ഐ റിമെമ്പർ ദ ചൈൽഡ് വാണ്ടഡ് പിങ്ക്. സോ അപ്പോൾ നമ്മളെല്ലാം കഴിയുന്നതും പിങ്ക് വെച്ചിട്ട്. ഓക്കെ. ദിസ് ഈസ് അനദർ അല്ലേ? എനിക്കൊന്ന് വേറെ ഒരു ബെഡ്റൂം. ഇറ്റ്സ് ദ സെയിം ബെഡ്റൂം വിത്ത് ഡിഫറെന്റ് കളർ കോമ്പിനേഷൻ ഫോർ ദ ക്ലയന്റ് ഇറ്റ്സെൽഫ്. ഓക്കെ. ഒരു മഞ്ഞയും ചുമപ്പും വെച്ചിട്ട് മറ്റേതിൽ കുറച്ച് പച്ചയൊക്കെ. ഇതിലും ഒരു സ്റ്റഡി ടേബിൾ വിത്ത് സ്മോൾ കബേർഡ് ആൻഡ് സിറ്റിംഗ് ഏരിയ. ആ ഒരു സ്റ്റഡി ടേബിളിന്റെ സൈഡിൽ നിന്ന് തന്നെ ബുക്ക് എടുത്ത് വെച്ച് അങ്ങ് വായിക്കാം. ഇൻസ്റ്റെഡ് ഓഫ് യൂഷ്വലി പുട്ടിംഗ് ഇറ്റ് ഓൺ ടോപ്പ്. അതെ, അങ്ങനെ നമ്മൾ സൈഡിൽ തന്നെ. അതെ, ദാറ്റ് സ്പേസ് ഇസ് പ്രൊവൈഡഡ്. എടുക്കുക, വായിക്കുക, തിരിച്ച് അവിടെ തന്നെ. സോ ദ റൂം കുറച്ചുകൂടെ നീറ്റ് ആയിരിക്കും. ആൻഡ് ദ ചൈൽഡ് വിൽ ഓൾസോ ഹാവ് എ ഹാബിറ്റ് ഓഫ് പുട്ടിംഗ് ഇറ്റ് ബാക്ക്. അതെ, നമ്മൾ വേറെ വല്ലയിടത്ത് എടുത്തു പിന്നെ അത് അവിടെ തന്നെ കിടക്കും അല്ലേ? നമ്മൾ തിരിച്ചു വെക്കാൻ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. അപ്പം ദിസ് ഇസ് എ വെരി ഗുഡ് ഡിസൈൻ. ഓൾറൈറ്റ്. ഇപ്പം നമ്മളുടെ അടുത്ത് എന്ന് പറയുന്നത് ലിവിങ് റൂമാണ്. ലിവിങ് റൂം എന്ന് പറയുന്നത് ഏറ്റവും ക്രൂഷ്യൽ പാർട്ട് ഓഫ് ദ ഹൗസ്. നമ്മൾ ഏതൊരു ഗസ്റ്റ് വന്നാൽ ആദ്യം വരുന്നത് നമ്മുടെ ലിവിങ് റൂമിലോട്ടാണ് അല്ലേ? അത് വേണമെങ്കിൽ യു ക്യാൻ മേക്ക് ഇറ്റ് എത്നിക് അല്ലെങ്കിൽ മോഡേൺ അല്ലെങ്കിൽ ക്ലാസിക്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അസ്മി ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ലിവിങ് റൂം എത്രമാത്രം നമുക്ക് ലിവിങ് റൂമിന് ഇമ്പോർട്ടൻസ് ഉണ്ട് വീട്ടിൽ? ലിവിങ് ഇസ് വൺ ഓഫ് ദ ഫസ്റ്റ് സ്പേസസ് നമ്മൾ എൻറ്റർ ചെയ്യുമ്പം കാണുന്ന ഒരു ആദ്യത്തെ ഒരു സ്പേസ് ആണ്. സോ അതൊരു ആംബിയൻ്റ് ആയിരിക്കണം. ഇറ്റ് ഹസ് ടു ബി വാം, ഇറ്റ് ഹസ് ടു ബി വെരി വെൽക്കമിങ്. So അതിനനുസരിച്ചിട്ട് നമ്മൾ what do you say, light colors, light tones. All right. But then if you want the curtains to go for a dark color, you can go for a dark color. So there are various ways. You have to bring in a harmony. You have to bring in a balance with the furniture. Some people, there are even rooms which are cluttered, but then it has its own look to the whole feel. I mean even കുറേ സാധനം ഉണ്ടെങ്കിൽ പോലും ഒരു ഭംഗിയുണ്ടാവും, ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ. സോ അത് ഇറ്റ് ഈസ് കേസ് ബേസ്ഡ്. ആൻഡ് നോട്ട് ലൈക്ക് ദാറ്റ്, ഐ ഫീൽ ദ പീപ്പിൾ ഹു ലിവ് ഇൻ ദ ലിവിംഗ് റൂം, ഇൻ ദ സെൻസ് ദ പീപ്പിൾ ഹു ഓക്യുപ്പൈ ദ റെസിഡൻസ്, ദാറ്റ് ലിവിംഗ് റൂം ഷുഡ് ഗ്രോ വിത്ത് ടൈം. അപ്പൊ അവരുടെ ഇഷ്ടങ്ങൾ പലതും ആ റൂമിൽ കാണും. നമുക്ക് ഈ ഒരു ലിവിംഗ് റൂമിനെ കുറിച്ച് ഒരു ചെറിയൊരു ഡീറ്റെയിൽ എന്താണെന്ന് പറയാമോ? ദിസ് വാസ് ഇതിൽ ദേ വാണ്ടഡ് ദ ഇന്റീരിയർ. Actually you see the TV space സാധാരണ കാണുന്ന നമ്മൾ ഒരു മതിലിലേക്കാണ്. പക്ഷേ ഇതിൽ ഇപ്പം ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. യെസ്, ഇറ്റ് ഈസ് ഡൺ. അത് ഡിഫറെന്റ് ആയിട്ട് ചെയ്തേക്കുന്നത് ഈസ് we have partitioned the living space with the dining space, was bringing ആ ഒരു സെന്റർ പീസ് വെച്ചിട്ടാണ് നമ്മൾ അത് സെപ്പറേറ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. ഓൾറൈറ്റ് ആസ്മി, നമുക്ക് നമ്മളുടെ അടുത്ത കോളർ ഉണ്ട്. ഹലോ ഹലോ ഹലോ. യാ, പറഞ്ഞോളൂ. ആരാ വിളിക്കുന്നേ? ഇത് റീമാണ്. നീമ. ഓക്കെ, യാ, പറഞ്ഞോളൂ. യു ക്യാൻ സ്പീക്ക് ടു ആസ്മി. ഹലോ. ഹായ്. ഹലോ, പറഞ്ഞോളൂ. മനസ്സിലായി, പറഞ്ഞോളൂ. ഞാനൊരു പുതിയ വീട് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ. Hello, I'm building a new house. Okay, congratulations. Okay, so I would like to ask you a question. Yes. So, ചോദിച്ചോളൂ റീമ. Hello. Okay, so my house is around 10,000 square feet. Okay. അപ്പം എനിക്ക് അവിടെ ഒരു എന്താ അതിന്റെ പേര് മറന്നുപോയി, ഒരു കോർട്ട്യാർഡ് വേണം. അപ്പൊ എത്ര വലിയൊരു കോർട്ട്യാർഡാണ് എനിക്ക് അവിടെ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആവാ വീട്ടിലോട്ട്? അത് ആക്ച്വലി യു ഹാവ് ടു സെൻഡ് മീ ദ പ്ലാൻ. Oh, okay, you can send me the plan. You can get in touch with me, no issues. It's there on This As Design Facebook, because depends on, you know, because a floor plan kananda allengi a site kananda we won't be able to let you know, no? Yeah, because if you tell me the total built up plan, length to breadth itself, if you say, yeah, okay. So, and what color would you choose, like as in colorful അല്ലെങ്കിൽ white cream and then other, see, that is what I'm saying. ഒരു വീട് ഉണ്ടാക്കുമ്പം
അത് ദർ ഇസ് എ ഫ്ലോ ഇൻ ദ ഹോൾ തിങ്. നമ്മൾ വീടുണ്ടാക്കുമ്പം നമ്മൾക്ക് പല സ്റ്റേജസിൽ കൂടെയാണ് നമ്മളൊരു ക്ലയൻറ്റിനെ കൊണ്ടുപോകുന്നത്. It's like you watch a whole movie. It's exactly the same way we take you through the entire process as an architect or an interior design for making your house. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ ആദ്യം നമ്മളൊരു വീട്ടിലേക്ക് കയറും ചെല്ലുന്ന ആ സൈറ്റ്, ആ കമ്പൗണ്ട് വാൾ വെച്ച് തുടങ്ങും. Like as for an interior for any big houses, because you've been only talking about small ones, so. No, we do all range of houses. So there is nothing like we do a small house, and I'm exposed to like, as far as our experiences are concerned, we have done right up to constructing like here in Dubai Anangila. I have worked with multinational companies as well. So that is space wise, it's not an issue for us what we construct. Yeah. What is your construction thing again? What's the name of? My firm's name is Disaz Design. It is it's a basically Bangalore-based design firm. Right. Thank you so much. Okay. Yeah. In case you have more doubts, ask me ke page and you can shoot your queries there. No, yeah, it's okay. Okay, thank you. ഓൾ റൈറ്റ്. അപ്പോൾ നമ്മൾ ലിവിങ് റൂമിനെ കുറിച്ചായിരുന്നു അല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്. ലൈറ്റർ ടോൺസ് എന്നാണ്. യു സജസ്റ്റിംഗ് ഇറ്റ് ഷുഡ് ബി ഓൺ എ ലൈറ്റർ സൈഡ് ഓർ ഹൗ ഇസ് ഇറ്റ്? That's what I said. Like I was saying, clutter all the space under, but then it can be kept, everything can be kept in particularly a way which gives അതൊരു നല്ലൊരു സ്പേസ് ആയിട്ട് നമുക്ക്. ഇൻഫാക്ട് നമ്മൾ ഈ ഒരു യു സെഡ് ദ ടിവി കൊടുത്തിരിക്കുന്ന ആ ഒരു ഏരിയയെ കുറിച്ച് സാധാരണ നമ്മൾ വാൾസിലാണ് ഫിറ്റ് ചെയ്യുന്നത്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് റിയലി നെസസറി. യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എ പാർട്ടീഷൻ ബിറ്റ്വീൻ the dining and the living and give the dining space its privacy. It's something different. കണ്ടിട്ടില്ലാത്ത ഒരു ഡിസൈനിങ് അല്ലേ, നല്ല രസമുണ്ട്. And ആ TV സ്റ്റാൻഡിന് എന്തുവാണ്, what is it, what is behind that? We have put glass pieces in between. അപ്പം how safe is it like for kids? It is tempered toughened glass ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ now it is not such a big problem, but then what is it, I will what is it, it's not very, it is not, because it's not like it's going all the way to the floor or anything. അപ്പോൾ കുറച്ചൊന്ന് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടി വരും അല്ലേ ഇതെങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, or is it safe enough for them? I think it is safe because you will always be monitoring the child. It is not that you will leaving it empty or anything. And it is a partition, there is ample space given for walkable, so it's not a problem as much. Okay. സൈഡിൽ കാണുന്നത് ഇത് വാൾ യൂണിറ്റ് ആണല്ലേ? സൈഡ്സിൽ കാണുന്നതൊക്കെ വാൾ യൂണിറ്റ് ആണ്. ഓക്കെ. ആൻഡ് നമ്മൾ എൻട്രൻസ് ഡോർ കഴിഞ്ഞിട്ട് കാണുന്ന ലെഫ്റ്റ്, that is a small niche with a shoe rack where you can sit there itself. If you see that small corner, there is a niche there. അവിടെ തന്നെ ഇരുന്നിട്ട് നമുക്ക് ചെരുപ്പ് ഇടാം. ഓക്കെ. So it's like a small stool. It's okay, അതാണ് രണ്ട് ലെവലിൽ ആയിട്ട് പണിഞ്ഞിരിക്കുന്നത്. Yes. So it's just given consideration, like when a person is going to go out, people usually end up sitting either in the sofa or on the ground. ഇത് അവിടെ തന്നെ ഇരുന്നിട്ട് ഷൂസ് ഇട്ടിട്ട് you can move off. പിന്നെ ഡൈനിങ് ഏരിയയിൽ ഞാൻ കണ്ടു ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. That was looking really nice. That is something that I think, is it a client's need or is it that you say you suggest from your end? We suggest from our end to have a point which comes right up to the dining table. We just put that forward. Okay, it's the same thing again അല്ലേ ഈ കാണുന്ന ഒരു ഡിസൈൻ 3D വ്യൂ. ഓൾ റൈറ്റ്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഓൾ ദ റൂംസ് എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ചെയ്തു. എനി അതർ സ്പെസിഫിക് റൂം ദാറ്റ് ഒരു വീട്ടിൽ ഏതെങ്കിലും ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വിച്ച് യു വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് ആ വ്യൂവേഴ്സ്? ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു മുറി ഓർമ്മ വരുന്നുണ്ടോ? No, nothing as such, because every space നമ്മൾക്ക് തരുന്നത് നമ്മൾ അത് like it's a client need. There is living, there is dining space. It can be combined, it cannot be combined. Depends on how you would like to
വെൻ യു ഗെറ്റ് ഇൻ സൈഡ് ആ ഒരു മുറിയിലേക്ക് കയറുമ്പോൾ നമ്മൾക്ക് എന്താ തോന്നുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് എൻട്രൻസ് ലോബി ഓൾസോ അവർ നല്ല ഇപ്പം നമ്മൾ പൊതുവെ എൻട്രൻസ് ലോബി എന്ന് പറയുന്നത് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു പക്ഷേ അവിടെ ഇപ്പം ഞാൻ കാണാറുണ്ട് മിററൊക്കെ വെച്ച് ഒരു നല്ല ഒരു സ്മോൾ ഫോയർ സ്പേസ് സോ അങ്ങനെയും ഇപ്പോഴും ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലേ കയറി ചെല്ലുന്ന ആ ഒരു ഏരിയ. you can have a small foyer. It is very important, I feel, to have because you want to keep your keys. അതെ തീർച്ചയായിട്ടും Keys there, നമ്മളെപ്പോഴും maybe മറന്നു പോകുന്ന സാധനങ്ങൾ, അതെ. some important papers which you need to take. പിറ്റേ ദിവസം രാവിലെ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യങ്ങൾ എടുക്കേണ്ടി വരും. Or maybe even you can pack your child's lunch box and put it there so that the child doesn't forget on the way to school. So I think that foyer space really helps. ഓക്കെ സോ ആസ്മി ലൈക്ക് ഈ പറഞ്ഞ പോലെ ഡിസൈനിങ്ങിൽ യു വിൽ കണ്ടിന്യൂ ലൈക്ക് യു വിൽ ബി കണ്ടിന്യൂയിങ് ആസ് എ ഡിസൈനർ ബട്ട് ആർക്കിടെക്റ്റ് ആണോ ഇൻറ്റീരിയർ ഡിസൈൻ വിച്ച് ഫീൽഡ് ഇസ് മോർ പ്രിഫറബിൾ ടു യു ലൈക്ക് ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്നതിലാണോ താല്പര്യം അതോ ഇൻറ്റീരിയേഴ്സ് ചെയ്യുന്നതിലാണോ താല്പര്യം? അങ്ങനെയൊന്നും ഞാൻ ആക്ച്വലി താല്പര്യക്കുറവ് ഒന്നിനുമില്ല. ലൈക്ക് ഐ സെഡ് ഐ ഡോണ്ട് ലിമിറ്റ് മൈസെൽഫ്. എനിക്ക് ചെയ്യാൻ പറ്റിയതിലൊക്കെ ഞാൻ being creative, you will just go ahead with the creativity in whichever way it grows. So ക്രിയേറ്റിവിറ്റിക്ക് ഒരു ലിമിറ്റും ഇല്ല അല്ലേ? ഇല്ല. It is just it's your imagination. നമ്മൾ സങ്കല്പിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ നോക്കും. That is the way it is. ആസ്മി, അപ്പോൾ ഇന്നിവിടെ വന്നതിലും ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിലും റിയലി ബിഗ് താങ്ക്സ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. അത് മാത്രമല്ല യു ആർ മൈ ഫസ്റ്റ് ഗസ്റ്റ്, അപ്പം അതിന് ഒരു വെരി ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. നാളെ ഞാൻ വീണ്ടും ഒരു പുതിയ ഗസ്റ്റുമായിട്ട് വരുന്നതായിരിക്കും. Until then, it's me, Sharon Sabu. Take care. Bye-bye.